ബിഗ് ബോസിലെ ഏറ്റവും തല്ലിപ്പൊളി ഒരു എന്താ പറയുക ജഡ്ജ് എന്ന് പറയുന്നത് രഞ്ജിനി ഹരിദാസാണ്. എൻ്റെ ഒരു അഭിപ്രായമാണ്. ആ അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നെങ്കിൽ നിങ്ങൾ കമന്റ് എഴുതുക. ഇത്രയും വെറുപ്പിക്കുന്ന കണ്ടസ്റ്റന്റ് അല്ലെങ്കിൽ മത്സരാർത്ഥി ഈ മത്സരാർത്ഥികളെ ഇത്രമാത്രം ചൊടിപ്പിക്കുകയും അല്ലെങ്കിൽ അവരെ കളിയാക്കുകയും അല്ലെങ്കിൽ വേണമെങ്കിൽ സൗകര്യം ഉണ്ടെ കളിച്ചാൽ മതി എന്നുപോലെ അങ്ങനെ തൻ്റെ ഇടത്തോടെ പറയുന്ന ഇത്രയും വൃത്തികെട്ട ഒരു സ്വഭാവമുള്ള ഒരു ജഡ്ജ് ഈ സീസണിൽ വന്നതിനെ ഓർത്ത് ഞാൻ ദുഃഖിക്കുകയാണ്. കാരണം മോഹൻലാലൊക്കെ അതിമനോഹരമായി അവതരിപ്പിച്ച ഒരു പ്രോഗ്രാം, ആ പ്രോഗ്രാമിൽ ഒരു നിലവാരമില്ലാത്ത രഞ്ജിനി ഹരിദാസ് എന്ന് പറയുന്ന ആൾ അവരുടെ അഹങ്കാരത്തിൻ്റെ ആ ഒരു മൂർത്തി രൂപം അതിനകത്ത് ഫുള്ളായിട്ട് എടുക്കുന്നുണ്ട്. അത് നിങ്ങൾ ഷോയിൽ കണ്ടവരായിരിക്കാം. ഇതിൽ പ്ലേ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പ്ലേ ചെയ്യുന്നില്ല. ഷോ കണ്ടവർക്ക് മനസ്സിലാവും. അത്രയും തൻ്റെ ഇടത്ത് എന്നതാണ് അവൾ കാണിച്ചു കൂട്ടുന്നത്. ജഡ്ജസായി ഇരിക്കാൻ യാതൊരു യോഗ്യയില്ല. അതുപോലെ തന്നെ തൊട്ടപ്പുറത്തിരിക്കുന്ന തോറ്റ MLA പുള്ളി അല്പമെങ്കിലും സ്റ്റാൻഡേർഡ് ഉള്ളത് ആ പുള്ളിക്ക് മാത്രമേ ഉള്ളൂ. അല്പമെങ്കിലും വകതിരിപ്പുള്ള ഒരു ജഡ്ജ് എന്ന് പറയുന്നത് അഖിൽ മാരാർ. അഖിൽ മാരാറാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാൾ. അഖിൽ മാരാറുടെ ആ സംസാരം എങ്കിൽ പോലും ഇപ്പോഴത്തെ, അത് മാത്രമല്ല ഇപ്പോഴത്തെ കണ്ടസ്റ്റൻറ്റ് അതല്ലേ, നമ്മളങ്ങനെയല്ലേ, അമ്മോനും എൽദോയുമാണ് ഏറ്റവും കൂടുതൽ ഈ സീസണിൽ എനിക്ക് ഇഷ്ടപ്പെട്ട് ഇപ്പോൾ കട്ടയ്ക്ക് നിൽക്കുന്നവർ. ഒരു സാധാരണക്കാരനാണ് ഷാമോൻ എന്ന് പറയുന്ന ആളെ നിങ്ങൾക്ക് അറിയായിരിക്കും അല്ലേ. ഷാമോൻ എന്ന് പറഞ്ഞ ഇതാണ് ഷാമോൻ. വളരെ സാധാരണക്കാരനാണ്, സാധാരണക്കാരിൽ സാധാരണക്കാരൻ. പുള്ളിയും അതുപോലെ എൽദോയും ഇവരുടെ ഡയലോഗാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. കാരണം ജഡ്ജസിനെതിരെ തെറിക്ക് തക്കുത്തരം എന്ന് പറയുന്നു അല്ലേ, ആ ഒരു പോയിന്റിലേക്ക് ഞാൻ വന്നത്. ഒന്നിങ്ങോട്ട് അടിച്ച് രണ്ടെണ്ണം തിരിച്ചടിക്കുന്ന രീതിയിലുള്ള കണ്ടസ്റ്റൻറ്റ് അല്ലേ, അങ്ങനെയല്ല നമ്മൾ പറയാം. ഷമോനായാലും എൽദോയ് ആയാലും ഈ പരസ്പരം ചെളിവാരി എറിയുന്ന രണ്ടുപേരും മിടുക്കന്മാരാണ്. അതുപോലെ അഖിൽമാരെ കുറിച്ച് പറയുകയാണെങ്കിൽ അഖിൽമാരും ഒരുപാട് പ്രൊവോക്ക് ചെയ്യുന്നുണ്ടെങ്കിലും ഉള്ള ജഡ്ജിമാരിൽ വെച്ച് റിയാസിനെയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അഖിൽമാരാറിൻ്റെ പെർഫോമൻസ് ആണ്. നമുക്ക് ഇതിലൊന്നും പ്ലേ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. കാരണം അഖിൽമാരാറിൻ്റെ ഒരു ഇത് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതാണ്. ഇവർ ശരിക്കും ഒരു ക്ലാഷാണ് ഇവിടെ മൊത്തത്തിൽ. നമ്മൾ കഴിഞ്ഞ സീസണിൽ കണ്ടതുപോലെ അല്ല ഈ സീസൺ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ട ഒരു പാറ്റേൺ അല്ല. മത്സരാർത്ഥികളെ നന്നായിട്ട് ചൊടിപ്പിക്കുക എന്ന് മാത്രമല്ല, അവർ ഫാമിലിയും അതുപോലെ തന്നെ പേഴ്സണലായിട്ടുള്ള ഇതും അതുപോലെ മൊത്തത്തിൽ ഒരു എടുത്തിട്ട് അലക്കുക. പരസ്പരം വിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അത്ര തറപരമായിട്ട് രണ്ടുപേരും സംസാരിക്കും. ഷാമോനായാലും വലുതായാലും നിങ്ങൾ സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ടാവും. അത്ര തറപരമായിട്ടാണ് ഷാമോൻ വലുതായി. ഇപ്പോൾ ഷാമോൻ പറയുന്നൊരു കാര്യമുണ്ട്, എൻ്റെ വീട്ടിൽ ഞാൻ ഇങ്ങോട്ട് ബിഗ് ബോസിലേക്ക് വന്നപ്പോൾ ഇത്ര ലക്ഷം രൂപ ഭാര്യയുടെ അക്കൗണ്ടിലും എൻ്റെ അക്കൗണ്ടിലുണ്ട്. അവർ ഷാമോനെ എൽദോ എല്ലാം കളിയാക്കിയത് എന്നാ പറഞ്ഞാൽ ഏറ്റവും താഴെക്കടയിൽ നിന്ന് സാധാരണക്കാരിൽ ഏറ്റവും താഴെയുള്ള ആളായിട്ടാണ് എൽദോയും അവിടെയുള്ള ജഡ്ജുകളും ഒക്കെ വിലയിരുത്തിയേക്കുന്നത്. അത്രമാത്രം വിവേചനം ഷാമോൻ അവിടെ നേരിട്ടു. അതിനെ ഈ കണ്ടസ്റ്റൻറ്റുകൾ തമ്മിൽ പരസ്പരം കൊമ്പ് കോർക്കുന്ന രീതിയിലേക്ക് ബിഗ് ബോസ് മാറി. ബിഗ് ബോസിൻ്റെ ഒരു നിലവാരം തന്നെ അങ്ങ് പോയി. പണ്ട് ബിഗ് ബോസ് കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ ഒരു രസമുണ്ടായിരുന്നു. രസം മീൻസ് ഏറ്റവും ആദ്യത്തെ സീസൺ. അത് കഴിഞ്ഞ് ഓരോ സീസൺ കൂടുന്നതനുസരിച്ച് പുതിയ പുതിയ ആളുകൾ വരികയും അതിൻ്റെ ഒരു കണ്ടിരിക്കാനുള്ള ഒരു രസം അങ്ങ് പോയി. എല്ലാം ഒരു മറ്റേ കണ്ണിലൂടെ കാണേണ്ട അവസ്ഥയാണ്. ബിഗ് ബോസ് ഇങ്ങനെ ശരിക്കും മോഹൻലാൽ വരുന്നതാണ് എനിക്ക് ഏറ്റവും നല്ല ഒരു കുറച്ച് എപ്പിസോഡെങ്കിലും മോഹൻലാൽ അത് കൊണ്ടുപോവുകയാണെങ്കിലാണ് ഏറ്റവും നല്ലത്. കാഴ്ചയ്ക്ക് ഏറ്റവും നല്ലത്, കാഴ്ചക്കാർക്കും നല്ലത്, പ്രേക്ഷകർക്കും നല്ലത്. ഇതിപ്പം ഇവരെ രഞ്ജിനിയെപ്പോലുള്ള ആളുകൾ പരസ്പരം തമ്മിൽ തല്ലുന്നല്ലാണ്ട് എന്താ ചെയ്തു? ഓക്കെ, ഞാൻ ഈ മൈക്കൂരി തന്നെ നിങ്ങളെ ഷാമോൻ പറയുന്ന ഷാമോൻ്റെ ശബ്ദം നമ്മൾ കേൾപ്പിക്കാം. അതൊന്ന് കേൾപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം വീഡിയോ നമുക്കിവിടെ പ്ലേ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഷാമോൻ പറയുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇതിനോട് തന്നെ പറയാം, എൽദോ ഒരു കഴിഞ്ഞൊരു എപ്പിസോഡിൽ പറഞ്ഞിരുന്നു ഷാമോൻ ഒരു ആവറേജിന് താഴെയാണ്. ഗെയിം സ്ട്രാറ്റജി, ഇവരൊക്കെ പഠിപ്പിച്ച ഗെയിം സ്ട്രാറ്റജിയാണ്. ഇപ്പോ ലക്ഷങ്ങൾ വിലയുള്ള ഒരു വീട് വളർന്നുകൊണ്ടിരിക്കുകയാണ്. ലോട്ടറി അടിച്ച പൈസയൊന്നുമല്ല, കഷ്ടപ്പെട്ട് വളയം പിടിച്ചുണ്ടാക്കിയതാണ്. വൈഫിന്റെ അക്കൗണ്ടിലും ഏതാണ്ട് 4,50,000 രൂപ ഇട്ടുണ്ടാവും. ഒരു മിനിറ്റ്,
അതായത് 120 ദിവസം കഴിഞ്ഞ് ഇവിടെ കപ്പുമായിട്ട് പോകുമ്പോൾ അതുവരെയുള്ള ചെലവിനുള്ള പൈസ, അതും ഈ പറയുന്ന പോലെ കടം മേടിച്ചൊന്നുമല്ല കയ്യിലുണ്ട്. ഈ ഉദ്ദേശിക്കുന്ന എല്ലാരെയും ഈ മിഡിൽ ക്ലാസ്. അപ്പം ഞാനിത് ഉദ്ദേശിച്ചത് നിങ്ങളെന്ന് കേൾപ്പിക്കാൻ വേണ്ടിയാണ്. ഷാമോൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങളെന്ന് കേൾപ്പിക്കാൻ വേണ്ടി. അത്രയും വിൽ പവർ ഉള്ള ഒരാളാണ് അല്ലേ. ആ പുള്ളീനെയാണ് ഇട്ട് കളിയാക്കിയിട്ട് എൽദോയ ആയാലും ജഡ്ജസ് ആയാലും എല്ലാവരും എടുത്തിട്ട് അളക്കുന്നത്. വരും ദിവസങ്ങളിൽ എങ്ങനെ മുന്നോട്ട് പോകുന്നത് നമുക്ക് നോക്കാം. എനിക്ക് പറയാനുള്ളത്, ഈ രഞ്ജിനി ഹരിദാസിനെ പോലുള്ള നിലവാരമില്ലാത്ത തറയെ, മഹാതറയ പരത്തറയനെയൊക്കെ പിടിച്ച് ജഡ്ജസ്റ്റാക്കി ഈ ഷോയുടെ ഒരു വലിപ്പം, അല്ലെങ്കിൽ ആ ഷോയുടെ ഒരു ഇത് തന്നെ, ക്വാളിറ്റി തന്നെ നഷ്ടപ്പെടുക. അതുപോലെ റിയാസ്, ഇവരെല്ലാം പൊണ്ടോനീസായിട്ട് കണ്ടസ്റ്റൻറ്റിനെ അങ്ങോട്ട് ആക്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എൽദോയും ഈ പുള്ളിയുമാണ് ഏറ്റവും കൂടുതൽ, ഷാമോനോ ഇപ്പോൾ പുള്ളി ചങ്ങായിയുമാണ് ഏറ്റവും കൂടുതൽ ജഡ്ജസിനോടെതിരെ സംസാരിക്കാൻ തുടങ്ങി. ഏതായാലും വരും എപ്പിസോഡുകൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇത് മുന്നോട്ട് പോകുന്നതെന്ന്. ഓക്കെ, അപ്പോൾ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുക. പറ്റിയൊന്ന് ലൈക്ക് ചെയ്യുക, പറ്റിയൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.